ഹായ് എവരിവൺ. നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബികോം മേജർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ റിവിഷൻ സീരീസിലാണ്. അതിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ തവണ നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറി, പഴയ സിലബസ് അനുസരിച്ച് 5 മാർക്കിന്, പുതിയ സിലബസ് അനുസരിച്ച് 6 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ഏരിയ. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാം. John keeps his books by single entry system. His position on 1st January 2018 was as follows: cash at bank, cash in hand, stock, debtors, machinery, bills receivable, creditors, bills payable. ഇത്രയും പറഞ്ഞിട്ടുള്ള ബ്ലൂ കളറിലുള്ള ഡാറ്റ എന്ന് പറയുന്നത് 1st January 2018 ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ കൊടുക്കാൻ പറ്റിയ ഡാറ്റകളാണ്. ഈ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് കൊടുത്തിരുന്ന സ്വാഭാവികമായിട്ടും നമ്മളടുത്ത് ഒരു പക്ഷേ എന്തുണ്ടാവില്ല, ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ടാവില്ല. അപ്പൊ അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാവണം ഇങ്ങനെ ഒരു സാധനം തന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ കൂടുതൽ വായിച്ചു കൊടുക്കാം. ഇനി ഓൺ 31st December 2018 ഹിസ് പൊസിഷൻ ആസ് അണ്ടർ. ഈ ഡാറ്റ തരുന്നത് സ്വാഭാവികമായിട്ടും ക്ലോസിംഗ് ക്യാപിറ്റൽ കാണാനായിരിക്കും. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് ഈ തന്നിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് കൂടെ വായിക്കാം. ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, സ്റ്റോക്ക്, സൺട്രി ഡെറ്റേഴ്സ്, മെഷീനറി, ബിൽസ് റിസീവബിൾ, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേ. അപ്പൊ ഈ രണ്ട് ഡാറ്റകൾ വെച്ചിട്ട് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും നമുക്ക് കിട്ടും. During the year, he introduced further capital of rupees 2000 and his drawings were rupees 800 per month. 800 രൂപ വെച്ചിട്ടാണ് മാസത്തിലുള്ള അയാളുടെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഫർദർ ക്യാപിറ്റൽ ആയിട്ട് ഈ ഫിനാൻഷ്യൽ ഇയറിൽ 2000 രൂപ അഡീഷണലി തന്നിട്ടുണ്ട്. അതിന്റെ കൂടെ ഡിപ്രീഷിയേറ്റ് മെഷീനറി ആൻഡ് പ്ലാൻ ബൈ 5% ആൻഡ് ക്രിയേറ്റ് റിസർവ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അറ്റ് 5%. മെഷീനറി 5%, മെഷീനറിയും പ്ലാന്റും 5% ഡിപ്രീഷിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റിന് 5% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനും പറഞ്ഞു. From the above information, prepare statement showing profit and loss made by him for the year ended 31st December 2018. Okay, ഇതില് എല്ലാ ഡാറ്റയും ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ ഡാറ്റ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ അസറ്റ് ആയിട്ടും ലയബിലിറ്റി ആയിട്ടും റെക്കോർഡ് ചെയ്ത ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എടുത്തതിനു ശേഷം ആദ്യം വരുന്ന ഐറ്റംസുകളെല്ലാം എന്താണ്, അസറ്റ് ആണ്. ഇത്രയും ഐറ്റംസ് അസറ്റ് ആണ്, അവിടെ റെക്കോർഡ് ചെയ്യാം. ഇത് രണ്ടും ലയബിലിറ്റി ആണ്. റെക്കോർഡ് ചെയ്ത് ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഈ വരുന്ന ഐറ്റംസുകളെല്ലാം നമ്മൾ എവിടെ കൊണ്ടുപോയിടുക, നമ്മുടെ ലയബിലിറ്റി, പിന്നെ രണ്ടാമത്തെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ബാലൻസ് ഷീറ്റിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസറ്റ് പിന്നെ ലയബിലിറ്റി ഡിഫറൻസ് ക്ലോസിംഗ് ക്യാപിറ്റലായും കാണാം. നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ഡാറ്റ വെച്ചിട്ട് ക്യാപിറ്റല് അതുപോലെ തന്നെ ഡ്രോയിങ്സ് എല്ലാ ഡീറ്റെയിലും ഉണ്ട്. ഇതില് ഓരോന്നും കണ്ടെത്തുമ്പം അതത് എമൗണ്ടുകൾ നമ്മൾ അതത് സ്ഥലങ്ങളിൽ ഫിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്, ഞാൻ പറഞ്ഞതനുസരിച്ച് ഫസ്റ്റ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ 1st January 2018 അതിലുള്ള എല്ലാ അസറ്റുകളും നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക. അങ്ങനെ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇത്രയും ഡാറ്റ കിട്ടും. ഇത് അസറ്റ് വന്നു, ലയബിലിറ്റി വന്നു, ടോട്ടൽ കണ്ടു. ഇനി നമ്മൾ ടോട്ടൽ രണ്ട് ഭാഗവും ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് സ്പീഡായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. സ്പീഡ് അധികമുള്ള ആളുകൾ ബാക്ക് ഓപ്ഷൻ എടുത്തിട്ട് താഴെ ചെറിയ സ്പീഡാക്കി കൊടുക്കുക. ഓക്കെ, അസറ്റുകളെല്ലാം റെക്കോർഡ് ചെയ്തു, ലയബിലിറ്റിയും റെക്കോർഡ് ചെയ്തു. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് ക്യാപിറ്റൽ. 24,000 ആണ് ക്യാപിറ്റൽ. ഇത് ഏത് ക്യാപിറ്റലാ? 1st January 2018 ഉള്ള ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണ്. ഇത് സ്വാഭാവികമായിട്ടും 1st January 2018 ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇതായി. ഈ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഫിഗർ ഇതെടുക്കുക. 31st December 2018 ഇത് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസിംഗ് ക്യാപിറ്റൽ ഡാറ്റ കിട്ടും.
അങ്ങനെ നമ്മൾ അസറ്റുകളെല്ലാം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാം. നോക്കുക, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡെറ്റേഴ്സ് വരുമ്പോൾ ഡെറ്റേഴ്സിന്റെ മേലിൽ 5% നമ്മൾ പ്രൊവിഷൻ കൊടുത്തു. ആ പ്രൊവിഷൻ കുറച്ചതിന് ശേഷമുള്ള ബാലൻസ് ആണ് ഇങ്ങോട്ട് ഇതിന്റെ മെഷീനറി വരുമ്പോൾ ഡിപ്രീസിയേഷനും അതുപോലെ തന്നെ 5% കൊടുത്തു. അതിന്റെ ബാലൻസ് ആണ് ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 6500 into 5% ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട്. ഓക്കെ, ഇനി ബിൽസ് റെസീവബിൾ ഉണ്ട്, പിന്നെ ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും കൊടുത്തു. അസറ്റ് സൈഡ് ടോട്ടല് 30,075 ആണ്. സ്വാഭാവികമായിട്ടും അസറ്റിന് ഈക്വൽ ആയിട്ട് ലയബിലിറ്റി സൈഡ് വരണം. ക്യാപിറ്റൽ അപ്പം 25,275. ഓക്കെ, അത് നമ്മുടെ ഏത് ഡേറ്റിലുള്ളതാണ്? ക്ലോസിംഗ് ഡേറ്റിലുള്ള ബാലൻസ് ഷീറ്റ് എമൗണ്ട് ആണ്. അപ്പൊ അത് നമ്മൾ ആ ഒരു ഏരിയയിൽ കൊണ്ടുപോകും. ഇനി നമുക്ക് സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ വായിച്ചാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഓരോ മാസം വരുന്ന ഡ്രോയിങ്സ് അത് ഇൻറ്റു 12 ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ഡ്രോയിങ്സ് 9,600 വരും. എന്നിട്ട് ഇനി ഫർദർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ക്വസ്റ്റ്യനിലുണ്ട് 2,000 ആണ്. അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ 26,000 നമുക്ക് 34,875 നിന്നും 26,000 കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് എന്താണോ അതാണ് നമ്മൾ ഈ വർഷം ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് വളരെ 6 മിനിറ്റ് എടുത്തിട്ടുള്ള ഈ ഒരു പ്രോബ്ലം വിശദീകരിച്ചു പോകുന്നത്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടു മനസ്സിലാക്കി എന്നിട്ട് ഈ പ്രോബ്ലം ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, പാർട്ട് 2 വരാൻ സാധ്യതയുള്ള ഏറ്റവും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, നല്ലപോലെ ഉഷാറാക്കുക. എക്സാം ഫസ്റ്റ് മേജർ എക്സാം ആണ്, അതിന് വേണ്ട രീതിയിലുള്ള പ്രിപ്പറേഷൻ കൊടുക്കുക.